നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. അങ്ങനെ കാത്തിരുന്ന CPM-ൻ്റെയും CPI-യുടെയും സ്ഥാനാർത്ഥി പട്ടിക വന്നു കഴിഞ്ഞു. അതുപോലെ LDF-ലെ ഘടകകക്ഷിയായ കേരള കോൺഗ്രസ് മാണി വിഭാഗത്തിൻ്റെയും സ്ഥാനാർത്ഥി പട്ടിക വന്നു. പട്ടിക എന്ന് പറയാനില്ല, ഒരാൾ മാത്രമേ ഉള്ളൂ, ഒരു സീറ്റ്. ഈ CPM-ൻ്റെ സ്ഥാനാർത്ഥി പട്ടികയിൽ ജില്ലാ സെക്രട്ടറിമാരുണ്ട്, മന്ത്രിമാരുണ്ട്, MLA-മാരുണ്ട്, സിനിമാ നടന്മാരുണ്ട്, അങ്ങനെ നീളുകയാണ്. പക്ഷേ ജില്ലാ സെക്രട്ടറി സ്ഥാനത്ത് നിന്ന് മാറ്റാതെ തന്നെ 3 സെക്രട്ടറിമാരെയാണ് ഈ വരുന്ന ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ CPM മത്സരിപ്പിക്കുന്നത്. ഈ സാഹചര്യത്തിൽ ചർച്ചയാകുന്ന ഒരു പ്രധാന കാര്യമുണ്ട്. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ, അതായത് 2019 ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ P. ജയരാജനോട് കാണിച്ച സമീപനം, നമ്മുടെ ഇപ്പോഴത്തെ ഖാദി ബോർഡിൻ്റെ വൈസ് ചെയർമാനായിട്ടിരിക്കുന്ന P. ജയരാജൻ 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ P. ജയരാജന് വടകരയിലെ സ്ഥാനാർത്ഥിയായിട്ടാണ് പാർട്ടി തീരുമാനിച്ചത്. ഇതിന് ശേഷമുള്ള ജില്ലാ കമ്മിറ്റിയിൽ കണ്ണൂർ ജില്ലാ സെക്രട്ടറി സ്ഥാനത്ത് നിന്ന് അദ്ദേഹത്തെ മാറ്റുകയും ചെയ്തു. പകരം സെക്രട്ടറിയായിട്ട് M. ജയരാജനെ നിയമിച്ചു. ഇത്തവണ വി ജോയി വർക്കല MLA ആണ്, ഒപ്പം തിരുവനന്തപുരം ജില്ലാ പാർട്ടി സെക്രട്ടറിയാണ്. M. ജയരാജൻ കണ്ണൂരിലെ ജില്ലാ സെക്രട്ടറി. M. ബാലകൃഷ്ണൻ കാസർഗോഡ് മത്സരിക്കുന്നു, കാസർഗോഡ് ജില്ലാ സെക്രട്ടറി. എന്നാൽ ഒരു പ്രത്യേകതയുള്ളത്, 3 പേരെയും ജില്ലാ സെക്രട്ടറി സ്ഥാനത്ത് നിലനിർത്തിക്കൊണ്ട് തന്നെയാണ് മത്സരിപ്പിക്കുന്നത്. 3 താൽക്കാലിക ചുമതലക്കാരെ വയ്ക്കുമെന്ന് മാത്രം. 2019 നിന്ന് 2024 എത്തുമ്പോൾ ഈ 5 വർഷത്തിനിടെ CPM-ൻ്റെ മനസ്സ് മാറാൻ തക്ക എന്ത് കാര്യമാണ് സംഭവിച്ചത്? എന്തുകൊണ്ടായിരിക്കും ജില്ലാ സെക്രട്ടറിമാരെ സ്ഥാനത്ത് നിന്ന് മാറ്റാതെ തന്നെ മത്സരിപ്പിക്കുന്നത്? P. ജയരാജനോട് പാർട്ടി ഇത്തരം ഒരു സമീപനം കൈക്കൊള്ളാൻ എന്തായിരിക്കും കാരണം? P. ജയരാജനെ ഏതൊക്കെ തരത്തിൽ ഒതുക്കാമോ അത്തരത്തിലെല്ലാം ഒതുക്കുകയാണ് ചെയ്തത്. അന്ന് ജില്ലാ സെക്രട്ടറി സ്ഥാനത്ത് നിന്ന് മാറ്റി വടകരയിൽ മത്സരിപ്പിച്ചു. കോൺഗ്രസിൻ്റെ ആ ഒരു തരംഗത്തിൽ P. ജയരാജനും വീണു. പാർട്ടിക്ക് അതൊരു വലിയ ക്ഷീണം തന്നെ ഉണ്ടായി. വടകരയിൽ ഒടുവിൽ കൊണ്ടുവന്നിട്ട് നമ്മുടെ ഖാദി ബോർഡിൻ്റെ വൈസ് ചെയർമാൻ സ്ഥാനത്ത് കൊണ്ടുവന്നിരുത്തി. ചെറിയാൻ ഫിലിപ്പിന് പോലും വേണ്ടാത്ത ഒരു പദവിയിലേക്ക് കൊണ്ടുവന്നിരുത്തി. ചെറിയാൻ ഫിലിപ്പ് അത് കൊടുത്തപ്പോൾ ഇട്ടെറിഞ്ഞിട്ട് തൻ്റെ തറവാട്ടിലേക്കെന്നും പറഞ്ഞ് ഇറങ്ങി അങ്ങ് പോവുകയും ചെയ്തു. 2006 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വിജയിച്ചതിന് ശേഷം പാർലമെൻ്ററി രംഗത്ത് നിന്ന് മാറി നിന്ന P. ജയരാജൻ 2011 കണ്ണൂർ ജില്ലാ സെക്രട്ടറി ആകുന്നത്. 2019 ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ജയരാജൻ മത്സരിക്കാൻ ആഗ്രഹിച്ചിരുന്നു. എന്നാൽ അത് സ്വന്തം തട്ടകമായ കണ്ണൂരിലായിരുന്നു. അവിടെ വിജയിക്കാമെന്ന കണക്കുകൂട്ടലും ജയരാജനുണ്ടായിരുന്നു. ജില്ലാ സെക്രട്ടറി ആയിരിക്കെ മത്സരിക്കുമ്പോൾ പ്രചാരണത്തിലുണ്ടാകുന്ന മുന്നേറ്റത്തിലും പ്രതീക്ഷ വച്ചിരുന്നു. പക്ഷേ പാർട്ടി ജയരാജനെ നിയോഗിച്ചത് കോഴിക്കോട് ജില്ലയുടെ കൂടി ഭാഗമായ വടകര മണ്ഡലത്തിലാണ്. സ്ഥാനാർത്ഥിത്വം നൽകിയതിന് പിന്നാലെ ജില്ലാ സെക്രട്ടറി സ്ഥാനത്ത് നിന്ന് നീക്കുകയും ചെയ്തു. മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെ പ്രൈവറ്റ് സെക്രട്ടറി ആയിരുന്ന M. ജയരാജൻ ആ സ്ഥാനം രാജിവെച്ചാണ് കണ്ണൂർ ജില്ലാ സെക്രട്ടറി ആയത്. അതിനു മുൻപ് P. ജയരാജൻ ഷുക്കൂർ കേസിൽ പ്രതിയായി ജയിലിൽ കിടന്നപ്പോൾ ആക്ടിംഗ് സെക്രട്ടറിയായി M. ജയരാജൻ പ്രവർത്തിച്ചിരുന്നു. ആരോഗ്യ കാരണങ്ങളാൽ P. ജയരാജൻ അവധിയെടുത്തപ്പോഴും കതിരൂർ മനോജ് വധക്കേസിൽപ്പെട്ട് കണ്ണൂർ ജില്ലയിൽ കടക്കാൻ കഴിയാത്ത സാഹചര്യമുണ്ടായപ്പോഴും ജില്ലാ സെക്രട്ടറിയുടെ താൽക്കാലിക ചുമതലയും നൽകിയിരുന്നു. ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ മത്സരഫലം അറിയുന്നതുവരെ അങ്ങനെ ഒരു താൽക്കാലിക സജ്ജീകരണം മാത്രമേ ഉണ്ടാകൂവെന്നാണ് P. ജയരാജൻ്റെ അനുയായികൾ പ്രതീക്ഷിച്ചത്. എന്നാൽ സംഭവിച്ചത് മറിച്ചാണ്. സ്വന്തം വ്യക്തിപ്രഭാവം വർദ്ധിപ്പിക്കാൻ ശ്രമിക്കുന്നതായി പാർട്ടിക്കുള്ളിൽ വിമർശനം നേരിട്ട P. ജയരാജനെ നീക്കാൻ ലഭിച്ച അവസരമായി നേതൃത്വം ഇതിനെ കണ്ടു. ജയരാജനെതിരെ ഉയർന്ന കേസുകൾ പിണറായി സർക്കാരിന് തലവേദനയായി മാറുമെന്നും നേതൃത്വം കണക്കുകൂട്ടി P. ജയരാജനെ നീക്കി. M. ജയരാജനെ ജില്ലാ സെക്രട്ടറിയാക്കാൻ തീരുമാനമെടുത്ത കണ്ണൂർ ജില്ലാ കമ്മിറ്റി യോഗത്തിൽ മറ്റൊന്നുകൂടി ഉണ്ടായി. 8 വർഷത്തിന് ശേഷം ജില്ലാ കമ്മിറ്റിയിലേക്ക് P. ശശിയുടെ തിരിച്ചുവരവ്.
2011 ലൈംഗിക ആരോപണ വിവാദത്തിൽപ്പെട്ട് പി ശശി ജില്ലാ സെക്രട്ടറി സ്ഥാനം ഒഴിഞ്ഞപ്പോഴാണ് പി ജയരാജൻ സെക്രട്ടറിയായത്. ലൈംഗിക ആരോപണം ഉയർന്ന ഘട്ടത്തിൽ ശശിയുടെ എതിർചേരിയിലായിരുന്നു പി ജയരാജൻ. 2019 തെരഞ്ഞെടുപ്പിൽ മറ്റൊരു ജില്ലാ സെക്രട്ടറി കൂടി CPM-നായി മത്സരിക്കുകയും തോൽക്കുകയും ചെയ്തു. കോട്ടയം ജില്ലാ സെക്രട്ടറി ആയിരുന്ന VN വാസവൻ. എന്നാൽ ജയരാജനും വാസവനും രണ്ട് നീതിയായിരുന്നു. വാസവൻ സ്ഥാനാർത്ഥിയായപ്പോൾ ജില്ലാ സെക്രട്ടറിയുടെ താൽക്കാലിക ചുമതലയാണ് അന്ന് ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം AV റസലിന് നൽകിയത്. തെരഞ്ഞെടുപ്പിൽ തോറ്റ ശേഷം വാസവൻ സെക്രട്ടറിയുടെ കസേരയിൽ മടങ്ങിയെത്തി. 2 വർഷം കൊണ്ട് വാസവൻ മന്ത്രിയും പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗവുമായി. രാജ്യത്തെ ഏറ്റവും സംഘടനാശേഷിയുള്ള ജില്ലാ കമ്മിറ്റിയുടെ സെക്രട്ടറി സ്ഥാനത്ത് നിന്ന് കാലാവധി പൂർത്തിയാകും മുൻപേ മാറ്റപ്പെട്ട ജയരാജന് അർഹതപ്പെട്ട സെക്രട്ടേറിയറ്റ് അംഗത്വം മാത്രമല്ല മറ്റൊരു ചുമതലയും പാർട്ടി നൽകിയില്ല. 2ാം പിണറായി സർക്കാർ വന്നതിന് ശേഷം ഖാദി ബോർഡ് വൈസ് ചെയർമാനാക്കി. കോൺഗ്രസ് വിട്ടുവന്ന ശോഭന ജോർജിന് CPM നൽകിയ പദവി പതിറ്റാണ്ടുകളുടെ പാർട്ടി പാരമ്പര്യമുള്ള മുതിർന്ന നേതാവിന് നൽകിയതിനെതിരെയും വിമർശനങ്ങളുണ്ടായി. എന്നാൽ ജയരാജൻ വിവാദത്തിന് മുതിരാതെ ചുമതല ഏറ്റെടുക്കുകയായിരുന്നു. ഇപ്പോൾ മത്സരിക്കാൻ ഒരുങ്ങുന്ന 3 ജില്ലാ സെക്രട്ടറിമാരിൽ B ജോയി തിരുവനന്തപുരം ജില്ലാ സെക്രട്ടറി 2023 മാത്രമാണ് സെക്രട്ടറി സ്ഥാനത്തെത്തിയത്. MLA ആയിരിക്കെ കഴിഞ്ഞ സമ്മേളനത്തിൽ സംസ്ഥാന കമ്മിറ്റിയിലേക്കും ജില്ലാ സെക്രട്ടറി സ്ഥാനത്തേക്കും ഒരുമിച്ചായിരുന്നു ജോയിയുടെ വരവ്. MV ജയരാജനും MV ബാലകൃഷ്ണനും ജില്ലാ സെക്രട്ടറി പദത്തിൽ 2ാം ഊഴമാണ്. ബാലകൃഷ്ണൻ 2018 ജയരാജൻ 2019 സെക്രട്ടറിമാരായി. സെക്രട്ടറി സ്ഥാനത്ത് അധികാലമായില്ലെന്നതിനാൽ ഇവരെ മാറ്റേണ്ടതില്ലെന്നാണ് പാർട്ടിയുടെ ന്യായീകരണം.